वही वक्त मसीह में आया, सारे सबों को प्रभु आशीर्वाद दिया दे। കാരണം ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനവും നമ്മോട് അതാണ് സംസാരിക്കുന്നത്. आज कल दिनों में मसीह के वचन वो ही हमको समझाता है। ആമേൻ. നമ്മൾ ദൈവസന്നിധിയിലോട്ട് അടുത്തു വരിക. हम मसीह में मसीह के साथ आगे आए. നമ്മൾ ദൈവസന്നിധിയിലോട്ട് അടുത്ത് വരുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നു, നിങ്ങൾ എന്നോട് അടുത്ത് വരുമ്പോൾ ഞാനും നിങ്ങളോട് അടുത്ത് വരാം. मसीह की वचन यही हमें सिखाते हैं, तुम हमारे और आओ, हम तुम्हारे साथ आ जाएंगे. മാത്രമല്ല ദൈവവചനം പറയുന്നത്, ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മോട് ദൈവം സംസാരിക്കുന്ന ഒന്നും നമ്മൾ മറന്നു പോകരുത്. और मसीह की वचन यही दिया है, मसीह में आते हैं, हम मसीह में से प्राप्त करें. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാ, മറക്കരുത്. ദൈവത്തിന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. बीते सप्ताह भी हम समझाया, मसीह ने हमारे में कुछ आशीष के कारण दिया तो हम वो भूल ना हो. അതെ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രവർത്തികളെ ഒന്നും നമ്മൾ മറക്കരുത്. प्रभु के काम कुछ कार्य हम भूलना ना हो. മറക്കരുത് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ भूल ना हो जो शब्द सुनने की समय നമ്മൾ എന്താണ് പെട്ടെന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? हम क्या सोच समझते हैं? കാരണം നാം പലതും മറക്കുന്നവരാണ്. बहुत सारे बात हम भूल जाते हैं. മാത്രമല്ല പലതും നമുക്ക് മറന്നു കളയുവാൻ സാധ്യതയുണ്ട്. कई बात भूलने की अवसर है. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മറക്കരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഓർപ്പിക്കുവാൻ ചില പ്രധാന കാരണങ്ങളുണ്ട്. भूल ना हो ये बात स्मरण दिलाता है, इसके पीछे कुछ कहानी है. അങ്ങനെ പറയുമ്പോൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പറയുന്നത്, നിങ്ങൾ ഇത് മറക്കരുത്. कई बात याद दिलाते हुए मसीह की वचन हमको समझाता है, मसीह ने किया हुआ अनुग्रह को भूल ना हो. എന്ന് പറഞ്ഞാൽ മറക്കരുതെന്ന് പറഞ്ഞാൽ, മറന്നു കഴിഞ്ഞാൽ ചില നഷ്ടങ്ങളും ചില പ്രതികൂലങ്ങളും ചില കഷ്ടങ്ങളും ജീവിതം തന്നെ തകർന്നു പോകുന്ന രീതിയിൽ പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. जो हम प्रभु ने हमारे लिए किए हुए अनुग्रह की बात और भूल जाएगा तो आगे आने का कुछ अनुग्रह है, वो कुछ सहाय है, मदद है, सब कुछ हमारे में से हट जाएंगे. ആമേ. ദൈവവചനം പറയുന്നത്, ആമേ, ചിലത് മറക്കണം, പക്ഷെ ചിലത് ഒരിക്കലും മറക്കരുതെന്ന് നമ്മോട് വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നുണ്ട്. कई बात हम भूलना और कई बात त्याग करना और कई बात स्मरण में रखना, याद दिलाना, ये बात वचन दिया देता है. ദൈവവചനത്തില് ആമേൻ അധികമായി നമ്മോട് പറയുന്നത് മറക്കരുത്, മറക്കരുത്, മറക്കരുതെന്ന്. बहुत सारे शब्द हमारे लिए याद दिलाता है, भूल ना हो, भूल ना हो, भूल ना हो. അപ്പൊ അത്രത്തോളം അത് പറയണമെങ്കിൽ അതിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. इतना ही समझाना चाहता है तो उसकी अमूल्य बात वहां पर है. കാരണം നമ്മുടെ ജീവിതത്തിൽ അനേക വിഷയങ്ങൾ നമ്മൾ എന്നേ മറന്നു കഴിഞ്ഞു. हमारा जिंदगी में बहुत सारे परमेश्वर की काम कार्य भूल गया है. എന്നാൽ ദൈവം ആമേൻ മറക്കുവാൻ പറഞ്ഞത് പലതും നമ്മൾ മറക്കാതെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. और प्रभु ने भूलना हो कहा हुआ बहुत सारे बात हम भूल जाते हैं. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മറക്കാനുള്ളതെല്ലാം നമ്മൾ മറക്കുകയും ഓർക്കുവാനുള്ളതെല്ലാം ഓർക്കുകയും ചെയ്യണം. भूलने की बात दिया है, स्मरण रखने की बात स्मरण रखना है. ആമേൻ. ദൈവം നമ്മോട് വീണ്ടും വീണ്ടും അങ്ങനെ ഓർപ്പിക്കണമെങ്കിൽ അതിന്റെ പ്രാധാന്യം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. वो खड़ी खड़ी हमको स्मरण दिलाया है तो हम उसकी बात में कुछ चंद बात उसका निगूढ़ता में है. ആമേൻ. ഇന്ന് പകൽക്കാലവും നമുക്ക് അതിനോടനുബന്ധിച്ച് തന്നെ ഒരു വാക്യം വായിക്കാം. आज उसका साथ में साथ एक वचन की घोषणा दूंगा.
ആവർത്തന പുസ്തകം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. व्यवस्था विवरण 4 अध्याय की 9वां पद में उसके बारे में कुछ बात दिया देने के लिए आग्रह रखते हैं. ആമേൻ. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. और व्यवस्था विवरण 4 अध्याय की 14 अध्याय की 9वां पद में यह अत्यंत आवश्यकता है कि तुम अपने विषय में सचेत रहो और अपने मन की बड़ी चौकसी करो. कहीं ऐसा ना हो कि जो जो बातों तुमने अपनी आंखों से देखी उनको भूल जाओ. കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്തൊരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം. ആമേൻ. ഇവിടെ പറയുന്നത് നിങ്ങൾ കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങളൊന്നും മറക്കരുത്. और यहाँ पर तेरी आंख से देखे हुए कुछ बात नहीं भूलना. ഇപ്പൊ കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ മറക്കരുതെന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടത് പലതും നമുക്ക് മറക്കാൻ സാധ്യതയുണ്ട്. और अपनी आंखों से देखी उनको भूल जाओ और वह जीवन भर के लिए तुम्हारे मन से जाते रहो. ഒന്ന് നോക്കിയേ. ആമേൻ. കണ്ടതിനെ മറന്നുപോയി, പക്ഷെ ദൈവം പറയുന്നു നിങ്ങളത് കണ്ടതിനെ ഒന്നും മറക്കരുത്. कुछ बात तुम्हारे आंख में दर्शन दिखाया, आंख में देखा, वो बात भूल ना रहे और अनदेखी बात को भूल जाओ. അപ്പോ ഒരു കാര്യം നമ്മൾ ഓർക്കണം. കണ്ടത് നമ്മൾ മറക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ മുൻപ് നമ്മുടെ കണ്ണാടി നോക്കിയ മുഖം എല്ലാം ഒരു കുഴപ്പവും ഇല്ല എന്ന് നോക്കിയിട്ട് പുറത്തിറങ്ങി ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് മറന്നുപോകും. और हमारा आईना में देखते हैं, शीशा में देखते हुए हमारा चेहरे की हाल क्या है ये बताकर देखते हुए बाहर जाते हैं, तुरंत हम भूल जाते हैं. ആരെങ്കിലും പെട്ടെന്ന് ചോദിക്കും നിങ്ങളുടെ മുഖത്ത് എന്താന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് റുമാലെടുത്ത് മുഖം തുടങ്ങി. तो हम शीशा में देखा, हमारा चेहरे ठीक ठाक किया है, लेकिन बाहर निकला, औरों ने पूछा तेरे चेहरे में क्या है, तुरंत रुमाल लेकर हम साफ सफाई करते हैं. നമ്മൾ ഇവിടെ നിന്ന് നോക്കിയിട്ട് ഒരു കുഴപ്പവും ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് പുറത്തിറങ്ങിയത്. आईना में चश्मा में देखा, ठीक है, सब कुछ ठीक है, वो ठीक करके बाहर निकला, औरों ने पूछा तेरे चेहरा में क्या, लेकिन देखा हुआ चीज अब भूल जाते हैं. അപ്പോൾ ഈ പുറത്തിറങ്ങിയ ഉടനെ നമ്മളത് മറന്നു പോകുക. അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ മറവി സംഭവിക്കാറുണ്ട്. और घर के अंदर से बाहर निकला, जल्दी भूल गया. इतना ही है हमारा जिंदगी की हाल. അപ്പോൾ അതുകൊണ്ട് ദൈവാത്മാവ് നമ്മോട് പറയുന്ന ദൈവവചനം പറയുന്നു നിങ്ങൾ കണ്ണാലെ കണ്ടിട്ടുള്ളത് ഒന്നും മറന്നു കളയരുത്. इसी कारण में धर्मशास्त्र हमें यही समझाता है, सिखाता है, तेरी आंख से देखा कोई किसी वस्तु भूल ना हो. ഇനി എന്തൊക്കെയാണ് കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ? क्या क्या चीज है हमारा आंख से देखा? നമ്മൾ കാണുന്നത് ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ മുമ്പ് കാണുമ്പോൾ പലതും നമ്മൾ മറന്നു കളയാൻ സാധ്യതയുണ്ട്. हमारा आंख से बहुत सारे चीज वस्तु हम देखा था, लेकिन देखा हुआ चीज बहुत हम भूल जाते हैं. നമ്മൾ ഒരു മിനിറ്റുള്ള ഒരു വീഡിയോയോ എന്തെങ്കിലും ഒരു വിഷയങ്ങളോ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് മൊത്തവും നമ്മുടെ ബുദ്ധിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ അതിരിക്കണമെന്നില്ല. एक मिनट की कोई वीडियो या दूसरा कुछ चीज देखा, हर समय हमारा मन में हृदय में वो लगे रहे नहीं है. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല, അത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കും. कई चीज हमारा आंख में आया, कभी भी वो भूल नहीं जाते हैं.
ദൈവം നമ്മോട് പറയുന്ന അതാണ്, നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഒന്നും മറന്നു കളയരുത്. प्रभु ने हमें यही सिखाते हैं, तुम्हारा आंख से देखा हुआ कोई वस्तु भूल ना हो. എന്തൊക്കെയാ കണ്ടിട്ടുള്ളത്? മിസ്രൈമിൽ ഇരുന്നത് മുതൽ ഇവിടെ എത്തുന്നത് വരെയും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവർ കണ്ടതാണ്. मिस्र देश में गुलामे थे, वहां से छुटकारा पाया, अभी यहाँ तक पहुंच गया. ये सारे बात तेरी आंख से देखा है, वो कोई कुछ बात भूल नहीं हो जाओ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ തന്നെ ആമേൻ ഓർമ്മ വെച്ച സമയം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളിൽ എത്ര മാത്രം നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്? हमारा जन्म की बात स्मरण रखने की समय से लेकर आज तक हमारा आंख की ओर जितने वस्तुओं हम देखा है, वो सारे वस्तु हमारा मन में आएगा भी नहीं शायद. ആമേൻ. കാരണം നമ്മൾ കണ്ടിട്ടുള്ളതും നമ്മൾ കേട്ടിട്ടുള്ളതും നമ്മൾ ചെയ്തിട്ടുള്ളതുമായ വിഷയങ്ങൾ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. हमारा आंख से देखा हमारा कामों में है, और सारे वस्तु सारे बात हम स्मरण रखना कठिन है. ഞാൻ ഈ വചനം വായിക്കുമ്പോൾ, ഈ വചനം ആമേൻ ധ്യാനിക്കുമ്പോൾ ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കാനിടയായി. परमेश्वर के दास ने ये वचन पढ़ने का समय है. परमेश्वर के दास की जिंदगी की कई बात स्मरण में आया है. ആമേൻ. എന്റെ ജീവിതത്തിൽ എന്റെ ചെറുപ്രായം മുതലുള്ള കാര്യങ്ങള് മിക്കവാറും ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഒന്ന് രണ്ട് വിഷയങ്ങൾ ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്തുള്ളതും ഒന്ന് രണ്ട് വിഷയങ്ങൾ എപ്പോഴും എന്റെ മനസ്സിലുണ്ട്. जिंदगी भरकर बहुत सारे काम कार्य हमारा जीवन में आया, लेकिन सब भूल गए. स्कूल में हमारा शिक्षा मिला तब जिनका जीवन में कुछ बात हुई वो स्मरण में आया है. ആമേൻ. എന്റെ കൂട്ടുകാരുമായിട്ട് കളിക്കുമ്പോൾ സംഭവിച്ച ഒന്ന് രണ്ട് വിഷയങ്ങളും ടീച്ചറുമായിട്ടുള്ള ഒന്ന് രണ്ട് വിഷയങ്ങളും അതെനിക്ക് എപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. പക്ഷെ ബാക്കിയുള്ളതെല്ലാം മറന്നുപോയി. और दोस्तीदारों के साथ, इनका रिश्तेदारों के साथ स्कूल की पढ़ाई की समय आया हुआ जो कुछ घटना, स्कूल की अध्यापक शिक्षक के साथ मिले हुए कई बात परमेश्वर की दास की स्मरण में आया है. കാരണം അത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ ചില വീഴ്ചകളും ആമേൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ചില വിഷയങ്ങൾ അത് എന്നെ എപ്പോഴും ഓർമ്മപ്പെടുത്തും. हमारा जिंदगी में स्कूल में पढ़ाई के समय जो कुछ बात है, वो बात कई बार स्मरण में आते रहते हैं. എന്നാൽ മറ്റുള്ളവർ എനിക്ക് വിരോധമായിട്ടോ എന്തെങ്കിലും സംസാരിച്ചതോ അല്ലെങ്കിൽ പ്രവർത്തിച്ചതോ ചിന്തിച്ചതോ ആമേൻ അതൊന്നും എന്റെ ഓർമ്മയിലില്ല. और बात हमारा जीवन में आया, जो काम कार्य वो सारे बात में भूल चुकी है. എന്നാൽ ആമേൻ എന്നിൽ കൂടെ സംഭവിച്ചതായ തെറ്റുകൾ ആമേൻ അത് ദൈവം എന്നെ ഓർമ്മപ്പെടുത്താനിടയായി. मेरा जिंदगी में गलती की बात हुई, वो बात मेरा स्मरण में आया है. ഞാൻ പറഞ്ഞു വരുന്നത് ആമേൻ ചില നമ്മൾ എന്നേക്കുമായി മറന്നു കളയും, പക്ഷെ ചിലതെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. परमेश्वर के दास ने यही बात स्मरण दिलाता है. हमारा जिंदगी में बहुत सारे बात भूल जाते हैं, लेकिन कुछ अमुक बात हमारा जिंदगी में स्मरण में आते हैं. അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആമേ നമ്മുടെ ജീവിതത്തിൽ പിന്നെയും നമ്മൾ നമ്മെ തന്നെ ആമേ രൂപാന്തരപ്പെടുത്തി വിശുദ്ധീകരണത്തിലേക്ക് അല്ലെങ്കിൽ ആമേൻ ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്ന. वो स्मरण दिलाता है. हमारा जिंदगी में बहुत सारे बात भूल जाते हैं. भलाई की बात स्मरण रखना और उचित है. ആമേൻ. അങ്ങനെയെങ്കിൽ ദൈവവചനം നമ്മോട് പറയുന്നത് ആമേൻ ഇസ്രായേൽ ജനത്തോട് പറയുന്നു, നിങ്ങൾ കണ്ണാലെ കണ്ടിട്ടുള്ളത് മിസ്രൈമിൽ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതായ വിഷയങ്ങൾ ഒന്നും നിങ്ങൾ മറക്കരുത്. यही वचन दिया है. धर्मशास्त्र सिखाते हैं, मिस्र देश में तुम्हारा आंखों से देखा हुआ
कई प्रकार की आश्चर्य अद्भुत काम कार्य तुम्हारा जिंदगी में स्मरण में लाना उचित है। അവരെ പീഡിപ്പിച്ചവർക്ക് ദൈവം പീഡനം കൊടുത്തു, അവർക്ക് വേണ്ടി ആമേൻ ദൈവം നന്മകൾ നൽകി. उन्होंने इस्राएलियों को पीड़ा दिया है, जो पीड़ित किए हुए लोगों को दंड दिया है, इस्राएलियों को बचाया है, तुम्हारे आंख से देखा है, वो बात भूल ना हो। അതെ, ശത്രുക്കളുടെ തലമുറകൾ നശിക്കുമ്പോൾ സ്വന്തം തലമുറകൾ അവരുടെ കുടുംബങ്ങളെ ദൈവം പരിപാലിച്ചതിനെ ദൈവം പറയുന്നു മറക്കരുത്. शत्रुओं को, वैरियों को सिर के उजलता डाला है, इस्राएलियों को, संतानों को बचाया है, सुरक्षित किया है। वो तेरी आंख से देखा हुआ चीजों को भूल नहीं हो जाओ। കാരണം ഇസ്രായേലിൽ ആയിരിക്കുമ്പോൾ അവർ കണ്ണാലെ കണ്ടതാണ് 10 ബാധകൾ. അവർക്കല്ല, ആ ദേശത്തിനാണ് അത് ദോഷം വരുത്തിയത്. वो मिस्र देश में थे, तब 10 प्रकार की बाधा और पीड़ा देखा है, और इस्राएलियों के लिए नहीं, शत्रुओं को, मिस्रियों को दिया है। ദൈവം വീണ്ടെടുത്തിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ ദൈവം കാത്തു പരിപാലിക്കുമ്പോൾ ശത്രുക്കൾക്ക് വരുന്നത് നിന്റെ കണ്ണാലെ കാണുമെന്ന വചനപ്രകാരം അവർ കണ്ടതാ. यहोवा परमेश्वर के लिए जिया है और यहोवा के लिए जिंदगी रखा है, वो ही सारे बात आंख से देखा, लेकिन उनका वैरियों को दिया दंड तुम्हारा आंख देखा था। അതെ, അതുകൊണ്ടാണ് ദൈവം പറയുന്നത് നിങ്ങൾ അതൊന്നും മറന്നു കളയരുത്. इसलिए यहोवा ने कहते हैं तू भूल नहीं हो जाओ। കാരണം ഇസ്രായേൽ ജനത്തെ കുറിച്ച് ദൈവം പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. इस्राएली के बारे में यहोवा ने एक गवाही दी। അത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് ദൈവം എഴുതി വെച്ചിരിക്കുക. न्यायों का पुस्तक में वहां पर स्पष्ट रीति पर लिखे रखा है। അവരെ നടത്തുവാൻ, അവരെ പരിപാലിക്കുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നേരെ നടക്കും. और उनको संभालने के लिए, सुरक्षित करते हुए चलाने के लिए और किसी भी है तो उनका सीधा साधा मार्ग में चलाता है। ആ വ്യക്തി അവിടെ ഇല്ല എങ്കിൽ അവർ അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കും. जो व्यक्ति वहां पर नहीं है तो अपना आपकी चाल चलन में चलते हैं। ആ ഇസ്രായേൽ ജനങ്ങൾക്ക് എപ്പോഴും ഒരു ലീഡറിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. इस्राएलियों को चराने के लिए एक चरवाहा की जरूरत होता है। കാരണം അവർക്ക് നേതൃത്വം കൊടുത്ത് കൊണ്ടുപോകുന്ന വ്യക്തി അവരുടെ മധ്യ ഇല്ല എങ്കിൽ അവർ അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. उन्हीं के लिए एक अगुवे नहीं है वो तो, और इस्राएलियों ने अपने अपने रास्ता पर चले जाते हैं। അതിന്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഹോരേ പർവ്വതത്തിൽ അവർ ചെയ്തത്. इसके लिए एक अच्छा नमूना बताया है, होरेब पहाड़ पर किया। മോശ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഇസ്രായേൽ ജനം ഇതാ അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ പ്രവൃത്തി ആരംഭിച്ചു. मूसा ने इस्राएलियों को चलाया, लेकिन लोगों ने अपने अपने लालसा में चल गई है। അവൻ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ആലോചന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജനം അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ അവരുടെ വഴികളെ തെരഞ്ഞെടുത്തു. यहोवा परमेश्वर ने एक अगुवे के कारण से लोगों को चलाने के लिए तैयारी के साथ आया, लेकिन लोग ने अपने अपने रास्ता ढूंढ निकाला है। മോശ പോയി, മോശ ഇനി കാണാനില്ല, മോശയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ലീഡർഷിപ്പ് വേണം, ഞങ്ങളെ നടത്തുവാൻ ഇനി ഒരാൾ വേണം. और मूसा ने मृत्यु पाया, और हमको चलाने के लिए एक चरवाहा नहीं, इसी कारण में मेरे आगे जाने के लिए एक अध्यक्ष की जरूरत होता है। അവരെപ്പോഴും പറയുന്നത് അവരെ നടത്തുവാൻ അവർക്കൊരു ദൈവം വേണം, അവരെ നടത്തുവാൻ ഒരു ലീഡർ വേണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. उन्होंने हर समय कहते हैं उन्हीं को एक अधिकारी, एक प्रभु की जरूरत है, वो नहीं है तो
उनको आगे बढ़ने के लिए मुश्किल है, कठिन है। ആമേൻ. അതുകൊണ്ടാണ് അവർ കനാൻ ദേശത്ത് അവരെ എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്തിച്ചേർന്നതിന് ശേഷവും അവർ പറയുന്നത്, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം, ഞങ്ങളെ നടത്തുവാൻ ഒരാൾ വേണം. प्रतिज्ञा की देश है कनान, जो कनान देश में पहुंचे ही फिर भी उन्होंने कहने लगा हमें एक अगुवे की जरूरत होता है। അതുകൊണ്ട് ദൈവം പറയുന്നത്, നിങ്ങളെ ഇതുവരെ നടത്തി കൊണ്ടുവന്നതായ വിഷയങ്ങൾ, നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്ത അത്ഭുതങ്ങൾ നിങ്ങൾ മറക്കരുത്. इसी कारण में वो माने कहते हैं तुम्हारे लिए जितना काम कार्य आश्चर्य अद्भुत काम किया है ये स्मरण रखो, जागते ही रहो. ദൈവം അവരെ പഠിപ്പിച്ചതായ ചില പാഠങ്ങൾ ഉണ്ടായിരുന്നു, അത് മറക്കരുതെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. यहोवा ने उनको सिखाया हुआ ये एक भाग है, एक अच्छे बात है, वो भूलना नहीं. ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ആയുഷ്കാലത്ത് ഒരിക്കലും അത് നിങ്ങളുടെ മനസ്സിൽ നിന്നും വിട്ടുപോകരുത്. आयु भर के जिंदगी में कभी भी तुम्हारे में से भूल ना हो. അപ്പോ ആമേ, നമ്മുടെ മരണം വരെയും നമ്മൾ ഓർത്തിരിക്കേണ്ടത് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളെ. मृत्यु तक हमारे जिंदगी में स्मरण रखने के लिए इतने अद्भुत आश्चर्य काम हमारे लिए किया है. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ അനേക കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ മറന്നു പോകുന്നു. हमारा जिंदगी में बहुत सारे काम प्रभु की आश्चर्य बात हम भूल जाते हैं. നമ്മൾ ഞെരുക്കത്തിലായിരിക്കുമ്പോൾ, കഷ്ടതയിലായിരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവം മറുപടി നൽകി അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ മറന്നു കളയുന്നു. हम संकोचित में रहते थे और परमेश्वर की दासों ने प्रार्थना करते हैं, प्रभु ने अद्भुत आश्चर्य काम दिया है और सब कुछ अनुग्रह की बात होते हैं, भूल जाते हैं. കാരണം ആമേ, വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു, വിടുതൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിടുതൽ തന്ന ദൈവത്തെ നമ്മൾ മറന്നു കളയുക. छुटकारा के लिए, उद्धार के लिए प्रार्थना किया, उद्धार दिया, छुटकारा दिया, वो दिए हुए परमेश्वर को भूल जाते हैं. കാരണം ആമേ, ചിലരുടെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേൾക്കാറുണ്ട്. वो रोगी गवाही इसी प्रकार में सुना है, ഞാൻ രോഗിയായിരുന്നു, ആമേൻ, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു, ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചു, സൗഖ്യം ലഭിച്ചു. और मैं बीमारी हाल में थे, बीमार में था, प्रार्थना किया और प्रभु ने चंगाई दिया और हॉस्पिटल गया, हॉस्पिटल से उद्धार दिया. ആമേൻ എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ വിടിവിച്ചു, ദൈവമാണ് എനിക്ക് സൗഖ്യം തന്നു എന്നല്ല പറയുന്നത്, മരുന്ന് കഴിച്ചു സൗഖ്യം ലഭിച്ചു എന്നാ മിക്കവാറും സാക്ഷ്യം. और बहुत सारे गवाही देता है, यहोवा मसीह ने चंगाई दिया, सही है, फलाना हॉस्पिटल में गई, वहां दवा लिया और उसका बारे में चंगाई मिला है. എന്നാൽ സൗഖ്യം നൽകുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. चंगाई देता है हमारा प्रेमी दयालु है. ആമേൻ. അതുപോലെ നമ്മൾ പലപ്പോഴും മറന്നു കളയുന്നു. वो ही हमारा जिंदगी में भूल जाते हैं. ദൈവം പറയുന്നത്, നിങ്ങളുടെ കണ്ണാലെ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചത്, നിങ്ങൾ കണ്ടത് ഒന്നും നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. वो कहते हैं वो परमेश्वर ने हमारा जिंदगी में जो कुछ काम किया है, जो तेरी आंख से देखा है, अनुभव किया है, कभी भी भूल ना हो. മാത്രമല്ല ഇവിടെ പറയുന്ന അടുത്തൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അത് നിങ്ങളുടെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കുകയും വേണം. वो एक बात भी स्मरण देते हैं, तुम्हारे में यहोवा ने क्या आश्चर्य कामगारी की, तुम्हारा संतानों और परंपरा को वो बात सिखाना. അതെ, നിങ്ങളുടെ തലമുറയായിട്ട് നിങ്ങളത് ഉപദേശിച്ചു കൊടുക്കണമെന്നാ പറയുന്നത്. पीढ़ी से पीढ़ी तक उपदेश करके देना. നമ്മൾ എത്ര പേരാണ് നമ്മുടെ തലമുറകളോട് ഈ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നത്? जितने लोग हमारा पीढ़ी को समझाता है, सिखाता है, നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കും, എന്നാൽ നമ്മുടെ തലമുറകളോട് അത് ഉപദേശിച്ചു കൊടുക്കാറുണ്ടോ? हम औरों को समझाता है, सिखाता है, लेकिन हमारा संतानों को सिखाता है नहीं है. അത് ആദ്യം നമ്മുടെ മക്കളോടും നമ്മുടെ തലമുറകളോടാണ് അത് പറയേണ്ടത്. प्रथम यही बात हमारा संतानों
उसका नाते पोतेओं को भी समझाना सिखाना। എന്നിട്ടാണ് നമ്മൾ പുറത്ത് എന്ന് സംസാരിക്കേണ്ടത്. हमारे घर वालों को समझाने की बात में बाहर जाकर समझाना। ഞാൻ കഴിഞ്ഞ ദിവസം വൈകിട്ടുള്ള മീറ്റിംഗിൽ ഒരു ചിന്ത പങ്കുവച്ചപ്പോൾ ഇങ്ങനെ പറയാനിടയായി. बीते दिन में शांगाली की प्रार्थना में एक बात स्मरण दिलाया। നമ്മൾ നോഹയെ കുറിച്ച് നമ്മൾ ഒത്തിരി പ്രസംഗിക്കാറുണ്ട്. नूहा के बारे में बहुत प्रचार देते हैं। നോഹ എത്ര പേരെയാണ് സുവിശേഷം പറഞ്ഞ് മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന് അറിയാമോ? नूहा ने सुसमाचार की घोषणा से जितने लोगों को यीशु में यहोवा में लाया है। അവൻ ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ 120 വർഷക്കാലം അവൻ പ്രസംഗിച്ചുകൊണ്ട് നടന്നു, അവൻ കപ്പലും എന്താ പെട്ടകം ഉണ്ടായിക്കൊണ്ടിരുന്നു. और 120 वर्ष तक नूहा ने प्रचार करते ही रहा, उसी समय में जहाज भी तैयार करते ही रहा। അവൻ എത്ര പേരാണ് ആ പെട്ടകത്തിൽ പ്രവേശിച്ചത്? എത്ര പേരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു? जितने लोग जो जगह में जहाज में प्रवेश किया, जितने लोगों को मन फिरावट में लाया। എന്നാൽ നോഹയോട് ചോദിച്ചാൽ നോഹ ഒരു കാര്യം അവൻ നെഞ്ചത്ത് കൈവച്ച് വിളിച്ചു പറയും. नूहा को पूछताछ करेगा तो अपने छाती पर हाथ रखते हुए यही शब्द दिया देता है। ഞാൻ ഇത്രയും വർഷം പ്രസംഗിച്ചുവെങ്കിലും അവർ ആരും മാനസാന്തരപ്പെട്ടില്ല എങ്കിലും എന്റെ കുടുംബത്തെ, എന്റെ തലമുറയെ എനിക്ക് ദൈവസന്നിധിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. जितने वर्ष प्रचार किया सही है, कोई किसी भी मेरी वाणी नहीं सुना, लेकिन एक बात है, मैं और मेरा परिवार यहोवा को पर आराधना करेंगे। വചനം പറയുന്നത്, പുതിയ നിയമം ഇങ്ങനെ വിളിച്ചു പറയുന്നു, നോഹ തന്റെ കുടുംബത്തിന് വേണ്ടി ഒരു പെട്ടകം ഉണ്ടാക്കി. नया नियम में, नया करार में यही बात दिया है, नूहा और नूहा के परिवार के लिए एक जहाज बनाया है। അവൻ ഇത്രയും വലിയൊരു പെട്ടകം ഉണ്ടാക്കിയപ്പോൾ അതിൽ പ്രവേശിക്കാൻ തന്റെ കുടുംബം ഉണ്ടായിരുന്നു, മറ്റാരും ഇല്ല എങ്കിലും. इतने प्रचार करते ही रहते हैं, कोई किसी भी इसका अंदर आया नहीं है तो उनका परिवार समेत जहाज के अंदर बैठा है। അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞു. वो ही है सबसे बड़ा आशीष के कारण। എനിക്ക് മറ്റുള്ള ആരെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും എന്റെ കുടുംബം എന്നോടൊപ്പം ഉണ്ടെങ്കിൽ, എന്റെ തലമുറ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠത. मैं जितना भी प्रचार करे, जितना भी घोषणा दे, कोई किसी आगे आया नहीं है तो भी मैं और मेरा परिवार मसीह में है। അതുകൊണ്ടാണ് യോശുവ പറഞ്ഞത്, നിങ്ങൾ ആരെ സേവിച്ചാലും എങ്ങനെ പോയാലും എനിക്കത് ചിന്തയില്ല എന്ന് പറഞ്ഞാൽ അതല്ല എന്റെ വിഷയം, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. इसी कारण में यहोशू ने अंतिम में ये वचन वाणी थी, कितने आश्चर्य का देखा, दिखाया, और परमेश्वर को छोड़कर तू जा रहा है। एक बात स्पष्ट है, निर्णय है, कुछ ना कुछ भी हो, मैं और मेरा परिवार परमेश्वर को स्तुति आराधना करेंगे। നിങ്ങൾ ആരെ വേണോ തെരഞ്ഞെടുത്തോ, നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ജീവിക്കാം, പക്ഷെ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. तुम्हारा चाल चलन कैसा भी हो, तुम्हारा जिंदगी कैसा भी हो, भले हो बुरे हो, लेकिन एक बात स्पष्ट है, मैं और मेरा परिवार यहोवा को आराधना करेंगे। എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ തീരുമാനം അതായി തീരട്ടെ. मेरे शब्द सुनने वाले, हमारा निर्णय ये ही शब्द में हो जाए। അതിലേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രയത്നിക്കാം. കുറഞ്ഞ പക്ഷം നമ്മുടെ കുടുംബമെങ്കിലും നമ്മുടെ തലമുറയെങ്കിലും നമ്മോടൊപ്പം ആ നിത്യതയിൽ കാണണം. प्रयत्न करे, मेहनत करे, ढांढस बांधे, कोई भी विश्वास में नहीं आएगा तो भी मैं और मेरा परिवार हमारा परमेश्वर के साथ है। നോഹ തന്റെ കുടുംബത്തിന് വേണ്ടി പെട്ടകം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അവൻ അത്രയും വർഷം ലോകത്തോട് പ്രസംഗിച്ചു, അതേസമയം തന്റെ കുടുംബത്തെ അവൻ രക്ഷപ്പെടുത്തി.
नूह ने 3 वर्ष तक इतने प्रचारक होकर प्रचार किया, कोई किसी को उद्धार पाने के लिए अवसर नहीं मिली, फिर भी नूहा और नूहा की परिवार बच गई है। അതെ, നോഹ പറയും, ഞാൻ പ്രസംഗിച്ചത് ആരും കേട്ടില്ല എങ്കിലും ദൈവത്തിന്റെ ന്യായവിധി അവരുടെ മേൽ വരുമ്പോൾ എനിക്ക് എന്റെ കുടുംബത്തെ ഈ പെട്ടകത്തിൽ കയറ്റുവാനിടയായി. नूहा ने एक वचन देता है, इतना वर्ष तक मैं प्रचार करते ही रहा, कोई किसी ने मेरा शब्द को माना नहीं, यीशु को अपनाया नहीं, लेकिन एक बात है, मेरा परिवार को बचाने के लिए प्रभु ने मुझे को अवसर दी है। ആമേൻ. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, നിങ്ങളത് മറക്കാതെ നിങ്ങളുടെ തലമുറകളോട്, നിങ്ങളുടെ മക്കളോടും അവരുടെ മക്കളോടും നിങ്ങൾ അത് ഉപദേശിക്കണം. इसी कारण में वचन हमको यही बताता है, तुम्हारा पीढ़ियों को, परंपरागत पीढ़ियों को मसीह यहोवा ने किया हुआ आश्चर्य काम कार्य सिखाना और समझाना और बचाना. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ആമേൻ. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ബന്ധുമിത്രാദി ചാർച്ചക്കാര്, ആമേൻ, നമ്മുടെ രക്തബന്ധങ്ങൾ ആരും ഈ ദൈവസന്നിധി വിട്ട് പോകുവാൻ ഇടവരുത്തരുത് എന്ന്. इसलिए प्रार्थना में जागते रहो, हमारा परिवार में परमेश्वर की नाम में के लिए निकले हुए व्यक्तियों में कुटुंब से कोई किसी ने अन्य जातियों के बीच में मिलजुलना अवसर ना हो. അതെ, പ്രൈസലോട്, ആരും ലോകപ്രകാരം പോകാതെ പിശാചിന്റെ പിടിയിൽ അകപ്പെടാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ, ദൈവവചനപ്രകാരം ജീവിക്കുവാൻ നാം ഈ നാളുകളിൽ പ്രാർത്ഥിക്കണം. आजकल दिनों में ये बात स्मरण रखे, हमारा संतानों, परिवारों अन्य देवी देवताओं के सामने सिर झुकाने के लिए अवसर ना देने के लिए प्रयत्न करे, विश्वास में अटल रहे. കാരണം ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്, कारण धर्मशास्त्र को यही सिखाते हैं. ആമേൻ, പ്രൈസലോട്, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തം, ആമേൻ, എന്തെന്ന് ചോദിച്ചാൽ, प्रभु ने हमारे लिए दिया हुआ वायदा, प्रतिज्ञा क्या है, ये सोच समझे. ആമേൻ. യെശയ്യാവിന്റെ പുസ്തകം 49 അധ്യായത്തിന്റെ 15 വാക്യം വായിക്കുമ്പോൾ, यशायाह नबी की पुस्तक 49वां अध्याय 15 15वां पद में ये वचन पाया जाता है. അത്, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ, താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ, അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. एक स्त्री ने जन्म दिया हुआ वो बच्चा को भूलेगा क्या? यह हो सकता है कि कोई माता अपने दूध पीते बच्चे को भूल जाए और अपने जन्माया हुए लड़के पर दया ना करे. അവൾ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. वह तो भूल सकती है, परंतु मैं तुझे नहीं भूल सकता है. അപ്പോൾ കർത്താവ് നമ്മെ മറക്കില്ല എന്ന് നമുക്കൊരു ഉറപ്പ് നൽകുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ പ്രവർത്തികളെയും ദൈവത്തെയും മറക്കരുത്. मसीह ने ये दृढ़ निश्चय दिया, मसीह ने हमें नहीं भूलेंगे, हम भूल जाते हैं, मसीह नहीं भूलते हैं. അപ്പോൾ പ്രൈസ് ദൈവവചനം പറയുന്നു, ഈ ലോകത്തിലെ എല്ലാവരും നമ്മെ മറന്നു കളയാം. बाइबल हमें धर्मशास्त्र सिखाते हैं, दुनिया की हर लोग भूल जाएंगे, लेकिन यहोवा ने हमें कभी भी नहीं भूलेंगे. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, നമ്മളെ ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്നവർ തന്നെ പെട്ടെന്ന് മറന്നുപോകും. मैं एक शब्द स्मरण दिलाता हूं, हमारा आमने सामने कहेंगे मैं तुम्हें कभी भी भूलेगा नहीं, ऐसा कहने वाला पहले हमको भूल जाते हैं. കാരണം എന്റെ ജീവിതത്തിൽ ആമേൻ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ട് ഒത്തിരി. परमेश्वर के दास की जिंदगी में बहुत सारे अनुभव है. ആമേൻ. ഞാൻ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് അതുപോലുള്ള വിഷയങ്ങൾ സംഭവിച്ചതാണ്. सेवकाई के लिए निकलने का पहले इसी प्रकार हाल हमारा जीवन में आया था.
ആമേ എന്റെ കുടുംബക്കാരും എന്റെ ബന്ധുക്കളും ചാർച്ചക്കാരും എന്റെ സ്നേഹിതരും എല്ലാവരും എന്നെ വിട്ടു മാറിയ ഒരു സമയം ഉണ്ടായിരുന്നു. परमेश्वर के दास के परिवारों, भाइयों बहनों, माता पिता सबने मुझे त्याग की है. ആമേൻ. വചനം ദാവീദ് പറയുന്നത് പോലെ എന്റെ മുൻപും പിൻപും അടച്ച് തന്റെ കരം എന്റെ മേൽ ഭാരമായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. दावीद ने भजन संहिता में ये वचन दी, मेरे आगे पीछे दाहिने और भाई सारे सब जगहों ने और बंद कर रखा है. ആമേൻ. ആ സമയത്ത് ആമേൻ ദൈവം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അടുത്ത് നീ എന്താ ചെയ്യാൻ പോകുന്നത്? उसी घड़ी में मसीह की वाणी मुझ पर पहुंची और आगे की समय क्या हाल है. കാരണം ഞാൻ ആശ്രയിച്ചതും ഞാൻ വിശ്വസിച്ചതും പ്രതീക്ഷിച്ചതുമായ എല്ലാം അസ്തമിച്ചു. परमेश्वर की दास ने भरोसा रखा और विश्वास रखा और सब कुछ मुझे त्याग किया है. ആ സമയത്ത് ആമേൻ പ്രീസലോട് ദൈവം എന്നോട് ചോദിച്ചത്, അടുത്ത് നീ എന്താ ചെയ്യാൻ പോകുന്നത്? കാരണം ആശ്രയമെല്ലാം നഷ്ടപ്പെട്ടു. भरोसा रखा, सब कुछ आश्रय सब कुछ निकल गया. अकेलापन में है. मसीह की वाणी मुझ पर पहुंची, आगे समय तू क्या करेंगे. അത് എന്റെ മുമ്പ് രണ്ട് വഴിയേ ഉള്ളൂ. ഒന്ന്, ദൈവത്തിന്റെ ആജ്ഞപ്രകാരം കൽപ്പന പ്രകാരം ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക, അല്ലെങ്കിൽ ലോകത്തുനിന്ന് യാത്ര പറയുക. दो बात मेरा सामने रखा, यही है, आयु बढ़कर प्रभु की सेवकाई में और बढ़े, नहीं तो सभी सीमा छोड़कर चले जा. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ആമേൻ, ഈ ലോകത്തുനിന്ന് ആമേൻ ഞാൻ എന്റെ ജീവനെ നഷ്ടപ്പെടുത്തില്ല. ഞാൻ എന്റെ ജീവനെ അങ്ങേക്കായി തരുന്നു, അങ്ങയുടെ വേല ചെയ്യാമെന്ന്. ये संसार में मेरा आत्मा शरीर को नाश नहीं करेंगे. आयु बढ़कर परमेश्वर की सेवकाई में आगे बढ़ूंगा. എന്താ സംഭവിച്ചെന്നറിയാമോ? എന്നെ വിട്ട് അകന്ന എല്ലാവരും എന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു. मुझे से दूर गए हुए सारे लोग मेरा सामने मेरे ओर आया है. ആമേൻ. അവർ ആദ്യത്തതിലും അധികമായി എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. पहले से भी अधिक परमेश्वर की दास को प्रेम कर रखा है. ഞാൻ പറഞ്ഞത്, ആമേൻ, ഈ ലോകത്തിലെ സകല മനുഷ്യരും പെറ്റമ്മ പോലും നമ്മെ മറക്കാം, പക്ഷെ ദൈവം നമ്മെ മറക്കത്തില്ല. और दुनिया में सारे सखे हो हमें त्याग करेंगे, जन्म दिया हुआ माता भी भूल जाएंगे. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ആ ദൈവത്തിൽ ആശ്രയം വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മെ മറക്കില്ല എന്നുള്ള ഒരു വാഗ്ദത്തം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. मसीह पर भरोसा रखे, कभी भी मसीह हमें नहीं भूलेंगे. അതുകൊണ്ട് ദൈവം പറയുന്നു, ദൈവം നമുക്ക് തന്നിട്ടുള്ള, ദൈവം നമ്മോട് പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ട്, അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. इसी कारण में धर्मशास्त्र में सिखाते हैं, परमेश्वर ने हमारे गुरु होकर शिक्षा दिया है, पढ़ाई दिया है, जिंदगी में भूल ना हो. കാരണം നമ്മെ ദൈവം ഒരു ശ്രേഷ്ഠ ജാതിയായിട്ട് തെരഞ്ഞെടുത്തിരിക്കുക. कारण हमारे परमेश्वर ने हमें अधिश्रेष्ठ जाति बना दिया है. അത് ദൈവവചനം പറയുന്നത്, ആമേൻ, മറക്കരുതെന്ന് പറയുമ്പോൾ തന്നെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു, ഹോരേബിൽ സംഭവിച്ചത് നിങ്ങൾ ഒരിക്കലും മറക്കരുതെന്ന്. इतनी बात का फिर भी कहते हैं, होरेब पहाड़ में तुम्हें क्या देखा है, सीखा है, वो भूलना नहीं हो. കാരണം അത് ദൈവത്തിന് ഒരിക്കലും സഹിക്കാൻ കഴിയാത്തൊരു സംഭവമാണ് ഹോരേബ് പർവ്വതത്തിൽ അവർ ചെയ്തത്. परमेश्वर को होरेब पहाड़ पर किया, बदले किया हुआ बात परमेश्वर को सहज नहीं सकता था. ആ ആവർത്തന പുസ്തകം 4:10 പറയുന്നത്, ഹോരേബിൽ വെച്ച്, അതെ, ദൈവസന്നിധിയിൽ നിങ്ങൾ ചെയ്തതായ കാര്യം ഒന്നും മറക്കരുത്. और व्यवस्था विवरण में 4 अध्याय में लिखा, होरेब पहाड़ पर तुम मेरा विरोध में किया, वो बात स्मरण रखना. ദൈവം തന്റെ ജനത്തിന് വേണ്ടി കൽപ്പനകൾ എഴുതുമ്പോൾ ജനം കൽപ്പനയെ തെറ്റിക്കുക. यहोवा परमेश्वर ने अपना लोगों के लिए आज्ञा दी है, लेकिन वो आज्ञा को उल्लंघन कर दिया, त्याग किया है. ആമേൻ. ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ് വിഗ്രഹാരാധന, അല്ലെങ്കിൽ ദൈവത്തെ കവിഞ്ഞുള്ള ആരാധന. परमेश्वर ने घृणा करता है
जो बात है परमेश्वर सिवा मूर्ति पूजा की सेवकाई। ദൈവത്തിൽ അധികമായിട്ട്, ദൈവത്തെക്കാളും അധികമായിട്ട് എന്തിനെയെങ്കിലും ആരെയെങ്കിലും സ്നേഹിച്ചാൽ അത് ദൈവം ഏറ്റവും വെറുക്കുന്നതാണ്. परमेश्वर सिवा दुनिया में कोई कुछ चीजों को, अन्य देवी देवताओं को आराधना करेगा तो वो बहुत बड़ा गुनाह की बात है। അതുകൊണ്ട് ദൈവം പറയുന്നു, നിങ്ങൾ അത് മറക്കരുത്. इसी कारण में वो माने कहता है भूल ना हो। ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഓർത്തെടുക്കാം. आज सुबह ही वक्त प्रभु ने हमारा जीवन में कोई आश्चर्य काम किया तो थोड़ा सा स्मरण में आए। നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. आंख बंद करे, प्रार्थना करे। നമ്മൾ ദൈവത്തോട് നമുക്ക് പറയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് മറന്നിട്ടുണ്ടെങ്കിൽ हम परमेश्वर की ओर अपना समर्पण करके प्रार्थना करें, हम मसीह के लिए कुछ किया है, मसीह हमारे लिए कुछ किया है। ദൈവത്തിന്റെ അനേകം നന്മകൾ നമ്മൾ മറന്നു കളഞ്ഞു. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയാം. बहुत सारे काम मसीह ने हमारे लिए किया, भूल गया तो स्मरण रखे, मसीह के लिए जिए। നമുക്ക് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. आंख बंद करे, प्रार्थना करे। സ്വർഗസ്ഥ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല സമയത്തിനായി നന്ദി പറയുന്നു. हे स्वर्गीय परम पिता, अच्छे सुबह ही वक्त के लिए धन्यवाद। ഇന്ന് പകൽക്കാലം ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. हमारे मसीह के हाथों में अपने आप को समर्पण कर देते हुए प्रार्थना करते हैं। അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചത് പലതും ഞങ്ങൾ മറന്ന സമയങ്ങളുണ്ട് കർത്താവേ. प्रेमी, तूने हमारे और आज्ञा दी, बहुत सारे बात में भूल गई है। എന്നാൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇത് പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. आज उस सुबह ही वक्त हमारे परमेश्वर के सामने ये सारे बात रखता हूँ। അവിടുത്തെ വചനപ്രകാരം സകലരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. तेरी आज्ञा के साथ सारे सबों को समर्पण करते हुए प्रार्थना करते हैं। പിന്നെയും അവിടുത്തെ പാഠങ്ങളെ ഓർത്തുകൊണ്ട്, ദൈവവചനത്തെ ഓർത്ത് അത് മറ്റുള്ളവരോട് പറയുവാൻ, കുടുംബത്തോട് പറയുവാൻ ദൈവം ബലപ്പെടുത്തിയാട്ടെ. प्रेमी दयालु, तूने हमारा जीवन में आश्चर्य काम किया है, हमारा परिवारों को समझाने के लिए तूने सहाय दे। ഞങ്ങളുടെ തലമുറയോട് അത് ഉപദേശിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണം. हमारा परंपरागत, हमारा पीढ़ियों को समझाने के लिए हमें अवसर दे। എല്ലാവരെയും ഇന്ന് പകൽക്കാലം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. सारे सबों को आशीष करते हुए प्रार्थना करते हैं। അവരെ അതിലേക്കായി ഒരുക്കിയെടുത്തതിനായി സ്തോത്രം. आराधना के लिए तैयारी के साथ आया, इसलिए धन्यवाद। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. प्रार्थना सुना, यीशु मसीह के नाम में धन्यवाद। ആമേൻ, ആമേൻ. आमीन। Praise the Lord. ഒരു